യൂറോപ്യൻ യൂണിയനോട് യുഎസ് പ്രസിഡന്റിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ചർച്ചകളിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ചർച്ചകളിൽ ട്രംപ് 15 മുതൽ 20% മിനിമം താരിഫുകൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഒപ്പം കാർ ലെവികൾ ലഘൂകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നിരസിക്കുകയും 23 രാജ്യങ്ങൾക്ക് മേൽ വിശാലമായ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയനുമായുള്ള ഏതൊരു പുതിയ കരാറിലും സാധനങ്ങൾക്ക് കുറഞ്ഞത് 15 മുതൽ 20% വരെ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ആവശ്യപ്പെടുന്നത് 10% അടിസ്ഥാന താരിഫ് നിലനിർത്തുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള മുൻ ചർച്ചകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. കാർ താരിഫ് കുറയ്ക്കാനുള്ള യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശം ട്രംപ് തള്ളിക്കളയുകയും ചെയ്തു. വാഹന ഇറക്കുമതിക്ക് 25% ലെവി ഏർപ്പെടുത്തുമെന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമാണ്. ഓഗസ്റ്റ് 1 പുതിയ കരാറുകളിൽ എത്തിയില്ല എങ്കിൽ 20% മുതൽ 50% വരെ പൂർണ്ണ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ജപ്പാൻ, കാനഡ, ബ്രസീൽ എന്നിവയുൾപ്പെടെ 23 രാജ്യങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയാണ് കത്തുകൾ അയച്ചിരുന്നത്. സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്കുള്ള 50% വെവ്വേറെ ലെവികളും വാഹന ഇറക്കുമതിക്ക് 25% ലെവിയും ഉൾപ്പെടുന്ന താരിഫുകൾ യുഎസ് ഗവൺമെന്റിന് ഇതിനകം തന്നെ ഗണ്യമായ പ്രതിമാസ വരുമാനം നേടിക്കൊടുത്തിട്ടുണ്ട്. യുഎസിന് ഇതിൽ ലാഭമുണ്ടെങ്കിലും ഇത് ദീർഘകാല സഖ്യകക്ഷികളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെ വഷളാക്കി കഴിഞ്ഞു. പ്രത്യേക മേഖലകൾക്ക് വ്യത്യസ്തമായ പരിഗണന സ്വീകരിക്കാൻ വാഷിംഗ്ടൺ തയ്യാറാകാത്തതിൽ ജർമ്മനിയുടെ ചാൻസലർ ഫെഡറിക് മെർസ് വെള്ളിയാഴ്ച ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ പക്ഷം ഇതിനെ പിന്തുണയ്ക്കുന്നു. അമേരിക്കൻ പക്ഷം ഇതിനെ കൂടുതൽ വിമർശനാത്മകമായി കാണുകയും ചെയ്യുന്നു എന്നാണ് ഫെഡറിക് മെർസ് പറയുന്നത്. ഈ വർഷം ഏപ്രിൽ 1 ട്രംപ് മിക്കവാറും എല്ലാ യുഎസ് വ്യാപാര പങ്കാളികൾക്കും ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുകയും പിന്നീട് 90 ദിവസത്തേക്ക് 10% കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ആഗോള ഓഹരി വിപണിയിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഓഗസ്റ്റ് 1 എന്ന അവസാന തീയതിയിലേക്ക് അടുക്കുമ്പോൾ യൂറോപ്യൻ യൂണിയന്റെ എല്ലാ ഇറക്കുമതികൾക്കും 30% തീരുവ ചുമത്തുമെന്ന് ട്രംപിന്റെ നിലപാട് അവരെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു. ട്രംപ് 15 മുതൽ 20% സ്ഥിരമായ പരസ്പര താരിഫുകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ബ്രസൽസിനെ പ്രതികാരം ചെയ്യാൻ നിർബന്ധിതരാക്കുമെന്ന് ഒരു മുതിർന്ന യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകി. തങ്ങൾക്കൊരു വ്യാപാര യുദ്ധം വേണ്ട, പക്ഷേ യുഎസ് അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവശേഷിപ്പിക്കുമോ എന്ന് അറിയില്ല എന്ന് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ ശരിക്കും നിരവധി കൗണ്ടർ താരിഫ് പാക്കേജുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്നാൽ നടപ്പാക്കൽ പലതവണയായി മാറ്റിവെച്ചു. ഇനി ഓഗസ്റ്റ് 1 എന്ന അവസാന സമയപരിധി കഴിഞ്ഞ് ഈ നീക്കങ്ങളുടെ ബാക്കി അറിയാം. ചിക്കൻ, ജീൻസ് പോലുള്ളവയുടെ 21 ബില്യൺ യൂറോയുടെ വാർഷിക യുഎസ് ഇറക്കുമതിയുടെ ഓഗസ്റ്റ് 6 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തീരുവയും ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ബോയിംഗ് വിമാനങ്ങളും ബോർബണും ഉൾപ്പെടെ 72 ബില്യൺ യൂറോയുടെ വാർഷിക യുഎസ് ഇറക്കുമതിക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് വ്യാപാര നയം നടപ്പിലാക്കുന്ന യൂറോപ്യൻ കമ്മീഷൻ സൂചന നൽകിയിട്ടുണ്ട്. മിക്ക സാധനങ്ങൾക്കും 10% അടിസ്ഥാന താരിഫ് നിലനിർത്തുന്ന കരാറിനെ കുറിച്ചുള്ള ആഴ്ചകളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം യൂറോപ്യൻ യൂണിയന്റെ ബുദ്ധിമുട്ട് പരിധി പരീക്ഷിക്കുക എന്നതാണ് യുഎസ് പ്രസിഡന്റിന്റെ ഈ നിലപാട് ശരിക്കും വ്യക്തമാക്കുന്നത്. എന്തായാലും ട്രംപിന്റെ പുതുക്കിയ ആക്രമണാത്മക വ്യാപാര നിലപാട് യുഎസ് ഗവൺമെന്റിന് പ്രതിമാസം കോടിക്കണക്കിന് ഡോളർ വരുമാനം നേടിക്കൊടുത്തുവെങ്കിലും അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്.